ബസ് ജീവനക്കാർ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധ്യമല്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഹംസ ഇരിക്കുന്നൻ. പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ മന്ത്രി ഗണേഷ് കുമാർ വിളിച്ചു പറയുകയാണ്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ഫെഡറേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. ബസ് വ്യവസായം ഇന്നത്തെ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഇരിക്കുന്നൻ പറഞ്ഞു. ഗതാഗത വകുപ്പിന്റെ അപരിഷ്കൃതമായ നയം കാരണം സാമ്പത്തിക പ്രതിസന്ധി മൂലം 25 വർഷം മുമ്പ് 34,000 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നത് നിലവിൽ 8,000 മാത്രമായി ചുരുങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന നടപ്പാക്കാൻ കഴിയില്ല. ഇത് നിർബന്ധമാക്കിയാൽ ഈ വ്യവസായം പൂർണ്ണമായും നിലക്കുമെന്നും ഹംസ ഇരിക്കുന്നൻ പറഞ്ഞു. ബസ് ജീവനക്കാരിൽ ഭൂരിഭാഗവും ഏതെങ്കിലും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളിൽ അംഗമുള്ളവരാണ്. അവർ അത്തരം സംഘടനകളുടെ പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടുതന്നെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക പ്രായോഗികമല്ല. ഞങ്ങൾ കൊടുക്കാൻ കഴിയില്ല. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഞങ്ങളെ തൊഴിലാളികൾക്ക് ഞങ്ങൾ എടുത്തിട്ട് കൊടുക്കാൻ കഴിയില്ല. ഞങ്ങളെ തൊഴിലാളികൾ ഒന്നുകിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ അനുഭാവികളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനകളിൽ അംഗങ്ങളോ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ സംഘടനകൾ അംഗങ്ങളായിരിക്കും. സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന സമരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളിലും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ 4-5 കേസിൽ തിരുവനന്തപുരത്ത് പ്രതിയാണ്. അവിടെ ചെന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രകടനം നടത്തും ഒരു സംസ്ഥാന സെക്രട്ടറി എന്നുള്ളവർക്ക്. ഇപ്പോൾ എനിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല, അതിനകത്ത് ഈ ക്രൈം നമ്പർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് അതുകൊണ്ടാണല്ലോ ഇത് വേറെ മേഖലയിലും നിർബന്ധമാക്കുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് മാത്രമുള്ളത് നിർബന്ധം. ഇപ്പോൾ അതേസമയം ഇപ്പോൾ ഞങ്ങളടുത്തത് ആദ്യം പറഞ്ഞിരുന്നത് ബലാത്സംഗം, പോക്സോ, പിന്നെ പിടിച്ചുപറി, ഇത്തരം കാര്യങ്ങളിലുള്ള ആളുകൾ ഗുണ്ടാ പട്ടികയിൽപ്പെട്ടവർ അവരൊന്നും ഞങ്ങൾ തന്നെ തൊഴിലാളികളായി വെക്കുന്നില്ല. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ക്രിമിനൽ കേസും ഇല്ല എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ഇത്തരം കേസുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടന തരണമാകുമ്പോൾ ചിലപ്പോൾ PDP എടുത്തിട്ടുള്ള കേസെടുക്കുക. നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് കേസില്ലാതിരിക്കുമോ? പക്ഷെ അത് ഇത്തരം ഈ ഉണ്ടായിസത്തിൽപ്പെട്ട കേസല്ലല്ലോ. അപ്പോൾ അതാണ് ഞങ്ങൾക്കുള്ള പ്രശ്നം. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനെതിരെ വിദ്യാർത്ഥികളല്ല, ചില വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണ് പ്രതിഷേധിക്കുന്നതെന്നും ഹംസ ഇരിക്കുന്നൻ പറഞ്ഞു. ഞങ്ങൾ പല ജില്ലയിലും ഞങ്ങളുടെ ഇതുപോലെ തന്നെ ഇപ്പോൾ കണ്ണൂരിന് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നടത്തിയതാണ്. വിദ്യാർത്ഥി നേതാക്കളുമായി ഞങ്ങൾ സംവാദം നടത്തും. അവർ പറയും നിങ്ങൾ പറഞ്ഞത് ന്യായമാണ്. പക്ഷേ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ നേതാക്കന്മാരെന്നുള്ളവർക്ക് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ. സർക്കാർ അത് നടപ്പാക്കുമ്പോൾ ഞങ്ങൾ ചില സമരങ്ങളൊക്കെ ഉണ്ടാക്കും. അത് നിങ്ങളൊരു വേറെ കണ്ണൂരുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഇവിടുത്തെ സർക്കാരോ രാഷ്ട്രീയക്കാരോ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പല ജില്ലയിലും അവർക്ക് ഈ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വെച്ചുകൊണ്ട് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ സൗകര്യം നഷ്ടപ്പെടുമെന്ന് കരുതി പല ജില്ലയിലും പല റൂട്ടിലും വിദ്യാർത്ഥികൾ സ്വയം 5-10 കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതെന്ത് ചെയ്യും? അതൊരു കോളേജ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി യൂണിയൻകാരെന്ത് ചെയ്യും? അത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് ശാശ്വത പരിഹാരമായി മാറണം. ഗവൺമെൻറ് അംഗീകൃതമായി നിശ്ചയിക്കണം. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്നും ഇതിൽ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടാണെന്നും തൊഴിലാളി സംഘടനകളുടെ കൂടി അഭിപ്രായം തേടിയ ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും ഹംസ ഇരിക്കുന്നൻ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് കെ സത്യൻ, ജോയിന്റ് സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത്, വിജയകുമാർ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് PP മോഹനൻ, കെ ഗംഗാധരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.